എല്ലാവർക്കും സുധർമാസ് ഫിസിക്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് വൺ ഫിസിക്സിന്റെ മോഷൻ ഇൻ എ പ്ലെയിൻ ചാപ്റ്ററിലെ റെപ്രസെൻറ്റേഷൻ ഓഫ് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ വെക്ടർ അഡീഷൻ അനാലിറ്റിക്കൽ മെത്തേഡ് വരെയാണ് ചെയ്തത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇത് കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അപ്പം കഴിയുന്നത്രയും മുന്നിലുള്ള ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ 2 ഡയമെൻഷണൽ മോഷനിൽ നമ്മൾ എങ്ങനെ ഗ്രാഫിക്കലി മോഷനെ റെപ്രസെൻറ്റ് ചെയ്യും നോക്കാം. നമ്മൾ ലീനിയർ മോഷനിൽ 1 ഡയമെൻഷണൽ മോഷനിൽ പഠിച്ചു കഴിഞ്ഞ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻ്റ് എല്ലാം അല്ലേ, അതേ സംഭവങ്ങൾ തന്നെ നമ്മൾ 2 ഡയമെൻഷണൽ മോഷനിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ എക്സും വൈയും ഉണ്ടാവും എന്നുള്ളത്. ഒരു ലീനിയർ മോഷൻ ആണെങ്കിൽ ഒന്നുകിൽ എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ വൈ കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ വെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യണം. നമ്മൾ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ വെക്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ അല്ലേ. അപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു ഒബ്ജക്റ്റ് ഒരു പൊസിഷൻ പി എന്നുള്ള പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിൻ ഓഫ് ദ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് അതിലേക്കുള്ള ഒരു വെക്ടർ നമ്മൾ വരയ്ക്കില്ലേ, അതാണ് എന്ത് പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ റിസോൾവിങ് ഓഫ് വെക്ടർ ഒക്കെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ വെക്ടർ ആറിനെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റും വെക്ടർ ആർ ഇസ് ഈക്വൽ ടു XI പ്ലസ് YJ. മുന്നിലെ ക്ലാസ് കണ്ടവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് വെക്ടറിനെ റിസോൾവ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ വെക്ടർ ആർ ഈ OP എന്നുള്ളതാണ് എന്ത് വെക്ടർ ആർ, പൊസിഷൻ വെക്ടർ ഓഫ് P. അപ്പം വെക്ടർ ആർ ഇസ് ഈക്വൽ ടു XI പ്ലസ് YJ. IJ ഒക്കെ യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇനി ഈ സിറ്റുവേഷനിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് മൂവ് ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് ഓൾറെഡി അറിയുന്ന ടേംസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഇസ് കോൾഡ് ആസ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ P എന്ന് P' രണ്ടാമത്തെ ഡയഗ്രം നോക്കിയാൽ അറിയാം. P എന്ന് P' ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ P' പൊസിഷൻ വെക്ടർ R' ആണ്, Pയുടെ പൊസിഷൻ വെക്ടർ R ആണ്. അപ്പോൾ ഈ ഡെൽറ്റ R എന്നുള്ളതാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്ട് ഫ്രം P ടു P' ഇസ് ഗിവൺ ബൈ ദ വെക്ടർ ഡെൽറ്റ R. അപ്പോൾ ഈ ഡെൽറ്റ ആർ നമ്മൾ നമ്മുടെ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ വെച്ച് കഴിഞ്ഞ് നോക്കൂ. ഇവിടെ എത്ര പേർക്ക് ഓർമ്മയുണ്ട് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ? നമ്മൾ ഒരു വെക്ടറിൻ്റെ ഹെഡ് ടു ടെയിൽ മെത്തേഡ് എന്ന് പറയും അല്ലേ, വെക്ടർ അഡീഷൻ്റെ ഹെഡ് ടു ടെയിൽ മെത്തേഡ്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ ആർ, ഇത് ഡെൽറ്റ ആർ, ഇത് R' അല്ലേ. അപ്പം വെക്ടർ ആറിൻ്റെ ഹെഡിൽ വെക്ടർ ഡെൽറ്റ ആറിൻ്റെ ടെയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും വെക്ടർ ആർ പ്ലസ് വെക്ടർ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു R' അല്ലേ. അപ്പം വെക്ടർ ഡെൽറ്റ ആർ ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു R' മൈനസ് ആർ, വെക്ടർ R' മൈനസ് വെക്ടർ ആർ. ഈ ഡെൽറ്റ ആറിന് നമ്മൾ എങ്ങനെ നമ്മുടെ XI YJ കമ്പോണൻറ്റിൽ അതിൻ്റെ ടേംസിൽ എങ്ങനെ എഴുതും നോക്കാം. അപ്പോൾ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു R' നമുക്ക് X' പ്ലസ് Y' നമ്മൾ XI പ്ലസ് YJ എഴുതിയ പോലെ തന്നെ X' പ്ലസ് Y' മൈനസ് വെക്ടർ ആർ നമുക്ക് ഓൾറെഡി അറിയാം XI പ്ലസ് YJ. ഇനി ഐൻ്റെ ടേംസ് ഒക്കെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ എന്ത് പറ്റും X' മൈനസ് X ഇൻറ്റു I, X' മൈനസ് X ഇൻറ്റു I പ്ലസ് Y' മൈനസ് YJ. ഇതാണ് എന്ത് വരിക നമ്മുടെ I ടേമും J ടേമും ടുഗെദർ എഴുതി കഴിഞ്ഞാൽ. അപ്പോൾ X' മൈനസ് X എന്താണ് ഡെൽറ്റ XI പ്ലസ് ഡെൽറ്റ YJ. ഇതാണ് എന്ത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ കാണാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഡെൽറ്റ X ഇസ് ഈക്വൽ ടു X' മൈനസ് X, ഡെൽറ്റ Y ഇസ് ഈക്വൽ ടു Y' മൈനസ് Y. അപ്പോൾ ഡെൽറ്റ X നോക്കൂ, X' മൈനസ് X മനസ്സിലായില്ലേ. അപ്പം ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, Y' ഡെൽറ്റ Y എന്ന് പറഞ്ഞാൽ Y' മൈനസ് Y. ഇങ്ങനെയാണ് നമ്മൾ ഒരു പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ 2 ഡയമെൻഷണൽ മോഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്.
ഇനി നമ്മൾ മോഷനിൽ പഠിച്ച ടേംസ് ആണ് വെലോസിറ്റി, ആക്സിലറേഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വെലോസിറ്റി എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം? എല്ലാ കുട്ടികൾക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ NCERT, SCERT എല്ലാം സെയിം ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഈ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പം ചിലപ്പം ജസ്റ്റ് ഫോർമുല മാത്രമാണ്, ഒരുമാതിരി എല്ലാ ടീച്ചേഴ്സും ഫോർമുല മാത്രമാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ശരിക്കും അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ് ഇത് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും. ഈ ഡയഗ്രം കണ്ടു കഴിഞ്ഞാൽ 2-3 ദിക്കിൽ ഇതുപോലുള്ള ഡയഗ്രം കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ P to P1 ആണ് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ R-ഉം R1-ഉം പൊസിഷൻ വെക്ടേഴ്സ് കാണിച്ചിരിക്കുന്നു. ഡെൽറ്റ R1 എന്നുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ. അപ്പം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പോൾ ഇവിടെ അധികം ടെൻഷനൊന്നും അടിക്കാനില്ല. ഇവിടെ നമ്മുടെ സെയിം സംഭവം നമ്മൾ വെക്ടർ നൊട്ടേഷനിൽ എഴുതും. അപ്പോൾ ഈ ഗ്രാഫ് എന്താണെന്നൊന്നും ആദ്യം പറയാം. രണ്ടാമത്തെ കേസിൽ നമ്മൾ കുറച്ച് ടൈം ഇൻ്റർവെൽ കുറച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഈ ദൂരം നോക്കൂ. P-ന്ന് P1-ലേക്കുള്ള ദൂരം, P-ന്ന് P2-ലേക്കുള്ള ദൂരം ഇതിൽ ഇത്തിരി കുറവല്ലേ? P2-ൽ ഇത്തിരി കുറവാണ്, P3-ൽ നന്നായിട്ട് കുറവാണ്. ലാസ്റ്റിൽ വരുമ്പോഴേക്ക് ആ രണ്ടാമത്തെ പൊസിഷൻ കാണിക്കുന്നേ ഇല്ല അല്ലേ? അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നോക്കൂ, ഡയറക്ഷൻ ഓഫ് വി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി. എന്തൊരു ടേം ആണെങ്കിലും നമ്മുടെ മോഷനിൽ ഒരു ബാർ ഇട്ട് കഴിഞ്ഞാൽ അത് ആവറേജ് ആണ് കാണിക്കുന്നത്. ആവറേജ് വെലോസിറ്റി നമ്മൾ നോൺ യൂണിഫോം മോഷനിൽ ഡിസ്കസ് ചെയ്തതാണ്, ലീനിയർ മോഷൻ്റെ കേസിൽ. ഓക്കെ, അപ്പം വി ബാർ എന്നുള്ളത് എന്താണ്? ആവറേജ് വെലോസിറ്റി അല്ലേ? അപ്പം ഈ വി ബാർ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. വി ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് വെലോസിറ്റി വി ബാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഒന്നും പഠിക്കേണ്ട, ഇങ്ങനെയുള്ള ടേംസ് ഒന്നും കണ്ടു കഴിഞ്ഞിട്ട് ഇതെന്താണ്? നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. അപ്പം സ്മോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ഡിവൈഡഡ് ബൈ സ്മോൾ ചേഞ്ച് ഇൻ ടൈം. അപ്പോൾ ഇതെന്താണ്? ഡെൽറ്റ R എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഡെൽറ്റ XI പ്ലസ് ഡെൽറ്റ YJ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഡെൽറ്റ X ബൈ ഡെൽറ്റ ടി ഇൻറ്റു I പ്ലസ് ഡെൽറ്റ Y ബൈ ഡെൽറ്റ ടി J. അപ്പോൾ ഡെൽറ്റ X ബൈ ഡെൽറ്റ Y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി, കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഇൻ ദ X ഡയറക്ഷൻ പ്ലസ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഇൻ ദ Y ഡയറക്ഷൻ. നമുക്ക് എഴുതാം വി ബാർ ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി വി ബാർ ഇസ് ഈക്വൽ ടു VXI പ്ലസ് VYJ ഓർ വി ബാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതെന്താണ്? ആവറേജ് വെലോസിറ്റി. ഈ ആവറേജ് വെലോസിറ്റീൻ്റെ ടൈം ചുരുങ്ങി വരികയാണ്. അതായത് ഓരോ ഗ്രാഫ് നോക്കുമ്പോഴും നോക്കൂ, ഡിസ്റ്റൻസ് എന്താണ്? കുറഞ്ഞു വരികയാണ് അല്ലേ? ആ കുറഞ്ഞു വരുന്നത് നമ്മൾ എന്താ പറയുക, ടൈം കുറഞ്ഞു വന്നിട്ട് ഇവിടെ ഒരു പൊസിഷനിൽ എത്തുമ്പോഴേക്ക് എന്ത് പറ്റും? അതിന് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്റ്റ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ്. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യും? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വി ബാർ എന്നുള്ളതാണ് ആവറേജ് വെലോസിറ്റി. വി ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ R ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതെന്താണ്? ഡിഫറൻഷ്യൽ കാൽക്കുലസ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ, ഏറ്റവും ആദ്യത്തെ 11th +1 തുടങ്ങുമ്പോഴുള്ള ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരത് കാണുക. ഓക്കെ, ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു dr ഡിവൈഡഡ് ബൈ dt. ഡെറിവേറ്റീവ് ഓഫ് R വിത്ത് റെസ്പെക്ട് ടു ടൈം. അതായത് ടൈം 0 ആകുമ്പോൾ, 0 ആവുകയല്ല, ടെൻഡിങ് ടു 0. അതാണ് ഈ ടെൻസ് ടു 0, അതങ്ങനെയാണ് വായിക്കേണ്ടത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി. അതാണ് നമ്മൾ എന്താ പറയുക? ഡെറിവേറ്റീവ് ഓഫ് R വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ dr ബൈ dt. ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. മനസ്സിലാക്കുക, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡെൽറ്റ R ബൈ ഡെൽറ്റ ടി. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു dr ഡിവൈഡഡ് ബൈ dt. അപ്പം അതിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. ദ വെലോസിറ്റി ഓർ ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദ ആവറേജ് വെലോസിറ്റി ആസ് ദ ടൈം ഇൻ്റർവൽ അപ്രോച്ചസ് 0. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഡെഫിനേഷൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഈ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റീൻ്റെ ഈ ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ എങ്ങനെ ചെയ്യാം നോക്കാം.
അപ്പോൾ v ഇസ് ഈക്വൽ ടു ഡി ആർ ഡിവൈഡഡ് ബൈ ഡി ടി അല്ലേ. അപ്പം ഡി ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ഐ പ്ലസ് ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ഇൻറ്റു ജെ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്നല്ലാണ്ട് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്വന്തമായിട്ട് ഒറ്റയടിക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ. ദാറ്റ്സ് ഈക്വൽ ടു ഐ ഇൻറ്റു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി പ്ലസ് ജെ. ജസ്റ്റ് ആ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തു, അത്രയേ ഉള്ളൂ. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി. അപ്പോൾ ഈ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താ? ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ നമുക്ക് എഴുതാം വി ഇസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഐ പ്ലസ് ഡി വൈ ബൈ ഡി ടി ജെ. അപ്പോൾ ഇതിനെ നമുക്ക് ഇനിയും എഴുതാം വി ഇസ് ഈക്വൽ ടു വി എക്സ് ഐ പ്ലസ് വി വൈ ജെ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് തന്നെയല്ലേ നമ്മൾ നേരത്തെയും പറഞ്ഞത് അല്ലേ? നേരത്തെയും പറഞ്ഞ സെയിം തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ആവറേജ് വെലോസിറ്റീൻ്റെ കേസിലാണ്. ആവറേജ് വെലോസിറ്റിയാണ് അവിടെ. ഇവിടെ എന്താണ്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? വെലോസിറ്റി വെക്ടർ, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി വെക്ടർ. പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വെക്ടർ വി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ. അതേപോലെ എന്താ പറയുക, ഡയറക്ഷൻ ഓഫ് ദ വെലോസിറ്റി വെക്ടർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ് ഓർ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ്. അപ്പോൾ ഞാൻ ക്ലാർക്സ് ടേബിൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരുടെ അടുത്തും. പിന്നെ ലോഗരിതം ടേബിൾ അതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിൽ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം സ്കൂൾ തുറന്നില്ല, ക്ലാസ് തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പണിയാവും. അക്കാദമിക് ഇയർ എക്സ്റ്റെൻഡ് ചെയ്യുന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം ഇപ്പോഴേ തന്നെ പഠിക്കാൻ തുടങ്ങിക്കുള്ളൂ. അതിന് സ്കൂൾ തുറക്കാനൊന്നും ആരും കാത്തു നിൽക്കണ്ട. ഇനി അടുത്തത് നമ്മുടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ ഇവിടെയും ഇത് തന്നെയാണ്. എന്താ? നമ്മുടെ നേരത്തെ ഗ്രാഫ് പൊസിഷൻ ടൈം ഗ്രാഫിൽ നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് വൈ സിസ്റ്റത്തിൽ നമ്മൾ ആക്സിലറേഷൻ വെക്ടർ, വെലോസിറ്റി വെക്ടർ എക്സും വൈയും ഉള്ള വെലോസിറ്റി വെക്ടർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആവറേജ് ആക്സിലറേഷൻ എ ബാർ ഇസ് ഈക്വൽ ടു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. അപ്പോൾ അതെന്താണ്? നമുക്കിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഡെൽറ്റ വി എക്സ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് ഡെൽറ്റ വി വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ജെ അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഡെൽറ്റ വി എക്സ് ബൈ ഡെൽറ്റ ടി എന്താണ് നമ്മളെ സംഭവം? എ എക്സ്, കമ്പോണൻ്റ് ഓഫ് ആക്സിലറേഷൻ along x direction plus component of acceleration along y direction axi plus ayj. അതേപോലെ നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ, നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി പറഞ്ഞില്ലേ, അതുപോലെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു, ഇപ്പം നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റില്ലേ, നമുക്കത് എന്താ? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി എക്സ് ബൈ ഡെൽറ്റ ടി ഐ പ്ലസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ വി വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ജെ അല്ലേ? അപ്പം ഇതെന്താണ് പറ്റുക? നമ്മുടെ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ ആവറേജ് ആക്സിലറേഷൻ ആണ്, കമ്പോണൻ്റ് ഓഫ് ആവറേജ് ആക്സിലറേഷൻ അലോങ് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇവിടെ കമ്പോണൻ്റ് ഓഫ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ അലോങ് എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഈ ഐ ജെ കെ എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഡയമെൻഷൻ പറഞ്ഞിട്ടില്ല, കെ വന്നിട്ടില്ല. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യാം, അതല്ലേ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ ഇത്രയും തിയറി പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയില്ലെങ്കിൽ കാര്യമില്ലല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. The position of a particle is given by r is equal to 3ti plus 2t square j plus 5k, where t is in seconds and the coefficients have the proper units for r to be in meters. Find v of t and a of t of the particle. Find the magnitude and direction of v of t at t equals 1 second. അപ്പോൾ നമുക്ക്
വെക്ടർ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു, ആർ എന്ന് പറഞ്ഞാൽ എപ്പോഴും പൊസിഷൻ വെക്ടർ. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു 3.0, അതൊക്കെ 3t I പ്ലസ് 2t സ്ക്വയർ j പ്ലസ് 5k. ഇത് കണ്ടിട്ട് ആരും കണ്ണു തള്ളിയിരിക്കണ്ട. ഇത്രയും ഈസി ഉള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേറെ കിട്ടും. അപ്പം ആർ തന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് വെലോസിറ്റി വെക്ടർ. എന്താണ് വെലോസിറ്റി വെക്ടർ? v of t is equal to, എന്താ എഴുതുക? വെലോസിറ്റി വെക്ടർ v of t is equal to dr by dt, ഡെറിവേറ്റീവ് ഓഫ് r with respect to time, dr by dt. അപ്പോൾ ഡെറിവേറ്റീവ് കാണണമെങ്കിൽ നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡിഫറൻഷ്യൽ കാൽക്കുലസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഫോർമുല മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പം d by dx of x raised to n is equal to nx raised to n minus 1. ഞാൻ ആദ്യമേ പറയാണ്, നമ്മൾ +1 ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ചാപ്റ്റർ വെച്ചിട്ടല്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇക്വേഷൻസ്, നമുക്ക് ഫിസിക്സിൽ വേണ്ടുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതൊക്കെ ആവശ്യമാണ്, എല്ലാ ക്ലാസ്സിലും അത് ആവശ്യമായിട്ട് വരും. ഓക്കെ, d by dx of x raised to n is equal to nx raised to n minus 1. അപ്പോൾ ഇവിടെ നമ്മൾ d by dt ഓഫ് ഒരു ഫംഗ്ഷൻ ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ nt raised to n minus 1 എന്ന് വരും. അപ്പോൾ ഇവിടെ d by dt of 3t എത്രയാണ് വരിക? 3. അപ്പോൾ ഐനെ നമ്മൾ അവിടെ തന്നെ വെക്കണം. അതേപോലെ 2 ഓൾറെഡി ഉണ്ട്. 2 into 2t raised to 2 minus 1 j plus d by dt of a constant, that is 0. Derivative of a constant is 0. അപ്പം 3i plus 4tj. 3i plus 4tj ആണ് എന്ത്? വെലോസിറ്റി വെക്ടർ. അതേപോലെ ആക്സലറേഷൻ വെക്ടർ എന്ത് വരും? a of t എന്ത് വരും? a of t is dv by dt. അപ്പം d by dt of v ഏതാ? 3i plus 4tj. അപ്പം d by dt of 3i, 3 എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ അത് 0. 4 dt by dt 1. അപ്പം 4j ആണ് എന്ത്? ആക്സിലറേഷൻ വെക്ടർ. ഓക്കെ, അപ്പം എന്താ ചോദിച്ചിരിക്കുന്നത്? അത് കഴിഞ്ഞു. ആദ്യത്തേത് ഫൈൻഡ് v of t ആൻഡ് a of t. അപ്പം പാർട്ട് എ കഴിഞ്ഞു. പാർട്ട് ബിയിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് v of t at t is equal to 1 second. When t is equal to 1 second, v of t is equal to, ജസ്റ്റ് നമ്മൾ ആ tക്ക് എന്ത് കൊടുക്കണം? 1 second എന്ന് കൊടുക്കണം. 3i plus 4 into 1j. അപ്പോൾ ഇത് കിട്ടും 3i plus 4j. ഇതാണ് എന്ത്? ഇത് വെക്ടർ റെപ്രസെൻറ്റേഷൻ. പക്ഷെ മാഗ്നിറ്റ്യൂഡ് കാണണമെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പം 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എല്ലാ യൂണിറ്റും കറക്റ്റാണ് തന്നിരിക്കുന്നത്, അത് കാരണം നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതേപോലെ നമ്മൾ ഇനി എന്ത് കാണണം? ബാക്കി ഇനി ഡയറക്ഷൻ കാണണം. ഡയറക്ഷൻ എങ്ങനെ കാണും? തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ്. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് വി വൈ എത്രയാണ്? 4/3. ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3. ടേബിൾ നോക്കിയാൽ നമുക്കറിയാം 53 ഡിഗ്രീസ് എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 53 ഡിഗ്രീസ് കിട്ടും. എന്ത്? ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വെക്ടർ നൊട്ടേഷനിൽ തന്നാൽ നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചിട്ടില്ലേ? അതിലില്ലേ നമ്മുടെ കോൺസ്റ്റന്റ്ലി ആക്സിലറേറ്റഡ് മോഷൻ? അത് തന്നെ. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ എയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ എന്ത് എഴുതാൻ പറ്റും? എ ഇസ് ഈക്വൽ ടു വി മൈനസ് v0 ഡിവൈഡഡ് ബൈ ടി മൈനസ് 0. അതെന്താ വരിക? ദാറ്റ്സ് ഈക്വൽ ടു വി മൈനസ് v0 ഡിവൈഡഡ് ബൈ ടി എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് v ഇസ് ഈക്വൽ ടു v0 പ്ലസ് at. ഇതെന്താണ്? നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ തന്നെയാണ്. അപ്പം ഇതിനെ നമ്മൾ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ മോഷൻ ഇൻ എ പ്ലെയിനിൽ ഞാൻ പറഞ്ഞതുപോലെ രണ്ട് എക്സ് ആക്സിസിലും എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വി എക്സ് ഇസ് ഈക്വൽ ടു v0x പ്ലസ് എ എക്സ് ഇൻറ്റു ടി. അതേപോലെ വി വൈ ഇസ് ഈക്വൽ ടു v0y പ്ലസ് എ വൈ ടി. മനസ്സിലായാലും ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്.
അതേപോലെ നമുക്ക് അടുത്ത ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പൊസിഷൻ വെക്ടറിന്റെ ടേംസിൽ ആർ ഇസ് ഈക്വൽ ടു ആർ സീറോ പ്ലസ് വി സീറോ ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് വി സീറോ എക്സ് ഇൻറ്റു ടി പ്ലസ് ഹാഫ് എ എക്സ് ടി സ്ക്വയർ. y is equal to y0 plus v0y into t plus half ay t square. ഇങ്ങനെയാണ് എന്ത് നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാൻ പറ്റുന്നത്. അതേപോലെ നിങ്ങൾ തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുക. ഓക്കെ, നമ്മൾ എക്സും വൈയും കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം ഒറിജിൻ അറ്റ് t equals to 0 with a velocity 5 meter per second and moves in xy plane under the action of a force which produces a constant acceleration of 3i plus 2j meter per second square. What is the y coordinate of the particle at the instant its x coordinate is 84 meters? What is the speed of the particle at this time? പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ എന്താ? r is equal to എന്താ തന്നിരിക്കുന്നത്? r നമുക്കിവിടെ നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എടുക്കണം. r is equal to v0 into t plus half a t square. അപ്പം നമ്മുടെ v0 at t equal to 0 with a velocity 5 meter per second എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതാണ് എന്ത്? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം 5i t പ്ലസ് ഹാഫ് ആക്സിലറേഷൻ വെക്ടർ തന്നിരിക്കുന്നത് 3i പ്ലസ് 2j മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പം ഹാഫ് എ ഇൻ ടി സ്ക്വയർ, ഇവിടെ ടി സ്ക്വയർ ഉണ്ട്. അപ്പം ഇതിന് നമ്മൾ ഐ ടേംസ് ടുഗെദർ ആക്കി കഴിഞ്ഞാൽ 5 പ്ലസ് ഈ 3/2 ഇല്ലേ, അപ്പം 1.5 ടി സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് ജെ ടേം ഈ 2/2 വരും. അപ്പം വെറും ടി സ്ക്വയർ മാത്രം വരും, ടി സ്ക്വയർ ജെ വരും. ഇനി അപ്പം നമ്മൾ ആറാണിത്. അപ്പം പൊസിഷൻ വെക്ടർ എന്താ? എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 5t പ്ലസ്, അപ്പോൾ ഇവിടെ ടി ഉണ്ട്, അത് മിസ്സായതാണ്. ഇവിടെ ഈ ടി ഉണ്ടല്ലോ, 5t പ്ലസ് 1.5 ടി സ്ക്വയർ ആണ് എന്ത്? എക്സ് കമ്പോണൻറ്റ്. വൈ ഓഫ് ടി എത്ര വരും? വൈ ഓഫ് ടി ഇസ് ഈക്വൽ ടു ജസ്റ്റ് ടി സ്ക്വയർ. അപ്പം നമ്മൾ എന്താ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ വൈ കോർഡിനേറ്റ് ഓഫ് ദ പാർട്ടിക്കിൾ at the instant its x coordinate is 84 meter. അപ്പം x of t is equal to 84 meter എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഏതാണ് ടി എന്ന് ആദ്യം കണ്ടുപിടിക്കാം. എക്സ് ഓഫ് ടി എന്താണ്? 5t പ്ലസ് 1.5 ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 84. നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതിൻ്റെ ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ടീൻ്റെ വാല്യൂ നിങ്ങൾക്ക് 6 seconds എന്ന് കിട്ടും. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. -b പ്ലസ് ഓർ മൈനസ് ഇക്വേഷൻ എടുത്തിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് t ഈക്വൽ 6 seconds കിട്ടും. അപ്പോൾ when t is equal to 6 seconds, y is equal to 6 square അല്ലേ? അപ്പോൾ എത്ര വരും? 36 meter വരും. അതേപോലെ വെലോസിറ്റി v is equal to dr/dt. r എത്രയാണ്? d/dt ഓഫ് r തന്നിരിക്കുന്നത് എത്രയാണ്? 5 plus d/dt of r is equal to v0 into t plus half a t square അല്ലേ? അപ്പം 5 d/dt of 5t plus 1.5 t square I plus t square j. ഇതിൻ്റെ മൊത്തം d/dt ഡെറിവേറ്റീവ് നമ്മൾ കാണണം. അപ്പോൾ എന്ത് പറ്റും? 5tൻ്റെ ഡെറിവേറ്റീവ് 5. 1.5 ടി സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1.5 ഇൻറ്റു 2 ഇൻറ്റു ടി റേസ് ടു 2 - 1, അതായത് 3t എന്ന് വരും. 3ti പ്ലസ് 2tj. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് പറ്റും? ഇവിടെ എന്നിട്ട് നമ്മൾ ആ ടൈം t ഈക്വൽ 6 seconds ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ആ t ഈസ് ഈക്വൽ ടു 6 seconds, v ഈസ് ഈക്വൽ ടു ഈ ടിക്ക് നമ്മൾ 6 എന്ന് കൊടുക്കുക. അപ്പം 6 3 is 18, 18 plus 5 23, 23i plus 2 into 6 12j എന്ന് കിട്ടും. എന്ത്? വെലോസിറ്റി വെക്ടർ. മോഡുലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വെക്ടർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 23 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 26 meter per second. ഇതാണ് നമ്മുടെ ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാവാത്ത ഒരു വീഡിയോ പോസ് ചെയ്ത് സ്ലോ ആയിട്ട് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 dimensions. നമ്മൾ 1 dimensional റിലേറ്റീവ് വെലോസിറ്റി പഠിച്ചത് ഓർമ്മയില്ലേ? റിലേറ്റീവ് വെലോസിറ്റി ഓഫ് ഒബ്ജക്റ്റ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് ഈക്വൽ ടു വി എ മൈനസ് വി ബി അല്ലേ? അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ത് വരും? നമ്മുടെ വി ബി എ എന്ന് പറഞ്ഞാൽ എന്ത് വരും? വി ബി എ ഇസ് ഈക്വൽ ടു വി ബി മൈനസ് വി എ. പക്ഷേ ഇതെന്താണ് സംഭവം? ഇറ്റ്സ് ഈക്വൽ ടു മൈനസ് വി എ ബി ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എ ബി ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി എ. മനസ്സിലായല്ലോ? മോഡുലസ് വാല്യൂ മാത്രം എടുക്കുകയാണെങ്കിൽ ഈക്വൽ ആയിരിക്കും. പക്ഷേ ഈ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ വെക്ടർ ടേമിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Rain is falling vertically with a speed of 35 meter per second. A woman rides a bicycle with a speed of 12 meter per second in east to west direction. What is the direction in which she should hold her umbrella? ഇത് കാണുമ്പോൾ നിങ്ങൾ ആദ്യത്തെ എക്സ്പ്ലനേഷനിൽ ഇതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? അതിൽ റെയിൻ ഫോളിങ്ങും പിന്നെന്തായിരുന്നു, ഒരു വിൻഡ് ബ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആയിരുന്നു തന്നിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു വുമൺ റൈഡ്സ് എ ബൈസിക്കിൾ വിത്ത് എ സ്പീഡ് ഓഫ് 12 meter per second ഇൻ ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. അപ്പം ബൈസിക്കിളിൻ്റെ ഡയറക്ഷൻ എന്താണ്? ബൈസിക്കിൾ എടുക്കാം, ഈസ്റ്റ് ടു വെസ്റ്റ് അങ്ങനെയല്ലേ? നമ്മുടെ ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത് അല്ലേ? അപ്പം ഈസ്റ്റ് വെസ്റ്റിൽ വുമൺ സൈക്കിൾ ഓടിക്കുന്നുണ്ട്. പിന്നെന്താ വരുന്നത്? എ വുമൺ റൈഡ്സ് വിത്ത് എ സ്പീഡ് ഓഫ് 12 meter per second. റെയിൻ ഇസ് ഫോളിങ് വെർട്ടിക്കലി വിത്ത് എ സ്പീഡ് ഓഫ് 35 meter per second. അപ്പോൾ റെയിനിൻ്റെ വെലോസിറ്റി എന്താണ്? റെയിൻ എന്താണ്? 35 meter per second. അപ്പോൾ നമ്മൾ അംബ്രല്ല ഹോൾഡ് ചെയ്യേണ്ട ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് velocity of the rain with respect to the bicycle is equal to VR minus VB. VR minus VB ആണ്. ഇവിടെ VB ഇങ്ങോട്ടാണെങ്കിൽ ഇതാണ് എന്ത് വരിക? മൈനസ് വി ബി വരും. മൈനസ് വി ബി അതിനെ ജസ്റ്റ് ഇവിടെ ഡ്രാഗ് ചെയ്താൽ മതിയല്ലോ. മൈനസ് വി ബി ഇങ്ങോട്ട് വരും. അപ്പം ഇതാണ് നമ്മുടെ വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി വെക്ടർ എന്ന് പറയുന്നത് VRB എന്ന് പറഞ്ഞാൽ ഇതാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായോ? നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ചെയ്ത ക്വസ്റ്റ്യനിൽ അവിടെ റിസൾട്ടൻറ്റ് വെലോസിറ്റി ആയിരുന്നു. അത് ഈ 2 വെക്ടേഴ്സ് ആഡ് ചെയ്താൽ നമ്മൾക്ക് ഇങ്ങോട്ട് വരും. ആഡ് ചെയ്യുമ്പം പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇതെന്താണ്? ഇത് റിലേറ്റീവ് വെലോസിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത്? വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ ബൈസിക്കിൾ. അതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ റെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ ബൈസിക്കിൾ എന്താണ്? VR മൈനസ് വി ബി ആണ്. അപ്പോൾ വെക്ടർ ബി ഇങ്ങോട്ടാണുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചിടുമ്പോഴേക്കും മൈനസ് വി ബി ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇടാം. ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പാരലലോഗ്രാം ലോ ആയിട്ടും ചെയ്യാം. പക്ഷെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് താഴെ ഇട്ടിരിക്കുന്നത്. പക്ഷെ താഴെ ഇട്ടിരിക്കുന്നത് പറഞ്ഞാൽ അത് സെയിം സംഭവത്തിന് നമ്മൾ ഡ്രാഗ് ചെയ്യണം, ഒരുപാട് ഇതാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതേ സംഭവം ജസ്റ്റ് ഇവിടെ കൊണ്ടുവച്ച് ഓപ്പോസിറ്റ് വെച്ചു. അപ്പോൾ VRB കണ്ടുപിടിക്കാം. അപ്പം ഈ റിസൾട്ടൻറ്റ് വെക്ടർ VRB ആണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഷീ ഷുഡ് ഹോൾഡ് ദ അംബ്രല. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ആംഗിൾ നമുക്ക് തീറ്റ ആണെങ്കിൽ ഈ റിലേറ്റീവ് വെലോസിറ്റി വെക്ടറും റെയിനും തമ്മിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു VB ഡിവൈഡഡ് ബൈ VR. VB വെലോസിറ്റി ഓഫ് ദ ബൈസിക്കിൾ എത്രയാണ്? 12. വെലോസിറ്റി ഓഫ് ദ റെയിൻ 35. അപ്പോൾ എത്ര കിട്ടും? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 0.343 എന്ന് കിട്ടും. നിങ്ങൾ അങ്ങനെ കോപ്പി ചെയ്ത് നോക്കണം. എന്നിട്ട് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0.343. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 19 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഞാൻ ആദ്യത്തെ എന്ന് പറയുന്നത് ക്ലാസ് റെഗുലറായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. സിമിലർ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതും കൺഫ്യൂഷൻ ആവരുത്. അവിടെ നമ്മൾ റിസൾട്ടൻറ്റ് വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചത്, ഇവിടെ റിലേറ്റീവ് വെലോസിറ്റിയാണ് കണ്ടുപിടിച്ചത്. അപ്പം ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് കാര്യങ്ങൾ. ജസ്റ്റ് റിവൈസ് ചെയ്ത് കാണുക, എന്നാൽ ആ കൺസെപ്റ്റ് തറോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നത് ഇനിയും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അത് പ്രൊജക്ടൈൽ മോഷൻ. അപ്പോൾ എന്താണ് പ്രൊജക്ടൈൽ മോഷൻ? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റും ആണ്, ഇൻട്രസ്റ്റിങ്ങും ആണ്. ഓക്കെ, അപ്പം അടുത്ത ക്ലാസ്സിൽ ആ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ ഇതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ്സ് കിട്ടും. എല്ലാ ക്ലാസ്സും ഞാൻ റെഗുലറായിട്ട് ഇടുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ ന്യൂമറിക്കൽസ് ഒക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റ് ബാക്ക് ന്യൂമറിക്കൽസ് മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ പ്രൊജക്ടൈൽ മോഷനായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.